എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. BA കുറച്ച് റിസൾട്ടുകളൊക്കെ ഇനി വരാൻ ബാക്കിയുണ്ട്. പക്ഷേ എന്നാൽ BCA, BCom, BSc പോലെയുള്ള കുറച്ച് റിസൾട്ടുകൾ, BBA പോലെയുള്ള റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിയെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കാം. നിർബന്ധമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ച് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. BCom, BBA, BCA, BSc റിസൾട്ടുകൾ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. BHM പോലെയുള്ള റിസൾട്ടുകൾ അനൗൺസ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ന് BCAയുടെയും BScയുടെയും റിസൾട്ടുകൾ ഇന്ന് വന്നു. എന്നാൽ BAയുടെ ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ വന്നിട്ടില്ല. അത് വിദ്യാർത്ഥികൾക്ക് നാളെ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും റിസൾട്ടുകൾ വന്നതുകൊണ്ട് തന്നെ BAയുടെ റിസൾട്ടുകൾ നാളെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു റീവാലുവേഷൻ എത്രാം തീയതി വരെയാണ് കൊടുക്കേണ്ടതെന്ന്. ഫെബ്രുവരി മാസം 10ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കുക. ഫെബ്രുവരി മാസം 10ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനായി അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി മാസം 10ാം തീയതി വരെ. റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേപ്പർ വീണ്ടും റീവാലുവേഷൻ ചെയ്യും. റീവാലുവേഷൻ കൊടുക്കുന്നത് 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒന്ന്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിൽ 16 മാർക്ക് വേണം ജയിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് 16 മാർക്ക് വേണം ജയിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് 14 15 കിട്ടിയുള്ളൂ. 16 മാർക്ക് വേണം. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് 16 മാർക്ക് വേണം ജയിക്കാൻ. എന്നാൽ നിങ്ങൾക്ക് 14 15 കിട്ടിയുള്ളൂ. 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾ ഫെയിലായിപ്പോയി. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഒന്നാമത്തെ കൂട്ടർ റീവാലുവേഷൻ കൊടുക്കുന്നത്. അതായത് ജസ്റ്റ് ഫോർ ട്രൈ എന്ന് പറഞ്ഞ് കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ് റീവാലുവേഷൻ കൊടുക്കും. പിന്നെ നിങ്ങൾ 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു 25 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചതിലും 10 മാർക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ടാകും, ഞാൻ എഴുതിയത് വെച്ച് ഇനിയിപ്പോൾ ഞാൻ ആ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഞാൻ പോയി പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഏകദേശം ഒരു മാർക്കിൻ്റെ ധാരണ എനിക്ക് കിട്ടും. കാരണം എൻ്റെ എക്സാം എഴുതുന്ന ഞാൻ പഠിച്ച കാര്യങ്ങൾ വന്നോ, ഞാൻ എത്ര മാർക്കിനാണ് എഴുതിയത്, ഏകദേശം ഒരു മാർക്ക് എനിക്ക് കിട്ടും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയ മാർക്കിനെ കഴിഞ്ഞും വളരെയധികം കുറവ് മാർക്കാണ് വന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കും. എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടണം. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങളുടെ കൈ കിട്ടും. സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടെ കൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം 10ാം തീയതി വരെ റീവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്ക് വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം 10ാം തീയതി വരെ അപേക്ഷിക്കാം. ഇന്ന് വന്ന റിസൾട്ടിൻ്റെ വരെ, അതായത് BCയുടെയും BScയുടെയും റിസൾട്ടിൻ്റെ റീവാലുവേഷൻ വരെ ഫെബ്രുവരി മാസം 10ാം തീയതി വരെയാണ്. ഇന്ന് വന്ന BCയുടെ റിസൾട്ടിൻ്റെയും റീവാലുവേഷനും ഫെബ്രുവരി മാസം 10ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അതായത് ഇന്ന് വന്ന BCA ആൻഡ് BSc റിസൾട്ട് ഉൾപ്പെടെ ഫെബ്രുവരി മാസം 10ാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റീവാലുവേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങളുടെ മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഞാൻ ഇപ്പോൾ നിങ്ങളോടാണ് ഏതാണ്ട് 780 രൂപയാണ് 5th സെമ്മിൻ്റെ റീവാലുവേഷൻ റേറ്റ് എന്ന് പറയുന്നത്. 3rd സെമ്മിൻ്റെ റീവാലുവേഷൻ്റെ റേറ്റ് ഞാൻ അത്ര നോക്കിയിട്ടില്ല. എന്നാൽ 5th സെമ്മിൽ റിസൾട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നപ്പം ആ വിദ്യാർത്ഥികൾക്ക് 780 രൂപയായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, ഇത്രയും രൂപയൊക്കെ കൊടുത്ത് നമ്മൾ റീവാലുവേഷൻ ചെയ്യുമ്പോൾ നമുക്കതിന് വെർത്ത് വേണം. കാരണം ഒരു വിഷയത്തിന് 780 എന്ന് പറയുമ്പം ചെറിയ രൂപയൊന്നുമല്ല. ചെറുതെന്ന് പറഞ്ഞാൽ എന്നാൽ മിനിമം തുകയല്ല, അത്യാവശ്യം നല്ലൊരു തുക തന്നെയായി കഴിഞ്ഞു. മിനിമം തുക പോലുമല്ല. അപ്പോൾ ഇത്രയും തുക കൊടുത്ത് നമ്മൾ റീവാലുവേഷൻ നടത്തുമ്പം നമുക്ക് പേപ്പറിൽ മാർക്ക് ഇൻക്രീസ് ആകും, നമ്മുടെ പേപ്പറിലെ മാർക്ക് ഇൻക്രീസ് ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം റീവാലുവേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഫെബ്രുവരി മാസം 10ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷൻ കൊടുക്കാൻ സാധിക്കും. ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്കെല്ലാം കൊടുക്കാൻ സാധിക്കും. ബാക്കിയുള്ള BA അഫ്സൽ ഉലമ, ഇനി SDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരാൻ കിടപ്പുണ്ട്. അതെല്ലാം വിദ്യാർത്ഥികൾക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.